നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RBIയുടെ റിപ്പോ നിരക്കുകളും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാർക്കറ്റിനെ അത് വളരെയേറെ സ്വാധീനിക്കുകയൊന്നും ഉണ്ടായില്ല. കാരണം 0.25% 0.25% റിപ്പോ കട്ട് ചെയ്യുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചില്ല. മാർക്കറ്റിൽ ഇതല്ലാതെ തന്നെ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള പല പ്രതികരണങ്ങളും പല ചെയ്തികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിത്തീരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത അവസ്ഥയിലാണ്. അമേരിക്കയുടെ താരിഫ് യുദ്ധം അങ്ങനെ ഉച്ചകോടിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ചൈനയ്ക്ക് 54% കൊടുത്തത് പോരാ, ചൈനക്കാർ 34% തിരിച്ചേർപ്പെടുത്തിയപ്പോൾ ട്രംപ് 50% കൂടി ഏർപ്പെടുത്തി 104% ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. എല്ലാ തരത്തിലും മാർക്കറ്റ് അനിശ്ചിതത്വത്തിലാണ്. അത് US മാർക്കറ്റായാലും മറ്റ് വിദേശ രാജ്യങ്ങളിലായാലും എല്ലായിടത്തും അനിശ്ചിതത്വം വളരെ ശക്തമായി നിലനിൽക്കുന്നു. ട്രംപിൻ്റെ ടാരിഫ് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ ലോകക്രമത്തിലെ വ്യാപാരക്രമങ്ങളെ എങ്ങനെ അത് മാറ്റി തീർക്കുമെന്ന് പറയാറായിട്ടില്ല. അതിൻ്റെ അവസാനം എങ്ങനെ എത്തിച്ചേരുമെന്നും പറയാറായിട്ടില്ല. ട്രംപ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല, ആരും കണക്കുകൂട്ടുന്നുമില്ല. എല്ലാവരും പറയുന്നു അമേരിക്കയ്ക്ക് അത് ദോഷമായി തീരും, അമേരിക്ക ഒരു റിസഷനിലേക്ക് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയല്ല അമേരിക്കയ്ക്കുള്ളത്. അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ഏത് രീതിയിൽ ചെന്നാൽ ചൈനയെ നേരിടാമെന്ന് അമേരിക്കയ്ക്ക് അറിഞ്ഞുകൂടാ. അമേരിക്ക ചെയ്യുന്ന രീതികൾ ചൈന ചെയ്താൽ ചിലപ്പോൾ അമേരിക്കയ്ക്ക് വമ്പൻ തിരിച്ചടികളുണ്ടാകും. അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ താങ്ങി നിർത്തുന്ന പല കൈകളും ചൈനയുടേതാവും ചിലപ്പോൾ. അവരുടെ ബോണ്ട്, ഏറ്റവും കൂടുതൽ ബോണ്ട് ശേഖരമുള്ളത് അമേരിക്കൻ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന രാജ്യം ചൈനയാണ്. ഈ ബോണ്ടുകൾ ഇപ്പോൾ കേൾക്കുന്ന പല വാർത്താ മാധ്യമങ്ങളിലും കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ കയ്യിലാണ് ഡോളറിൻ്റെ ശേഖരം ഏറ്റവും കൂടുതലുള്ളത്, ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങി വച്ചിരിക്കുന്നത്. ഇതെങ്ങാനും ചൈന റിലീസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് ആറ്റമിക് ബോംബ് യുദ്ധത്തിൽ വർഷിക്കുന്നത് പോലെയുള്ള അവസ്ഥയായിരിക്കും ലോകത്തെ ട്രേഡിങ്ങിൽ സംഭവിക്കുക എന്നാണ് പറയുന്നത്. ചൈനയുടെ റിസർവിലുള്ള ബോണ്ടുകളെല്ലാം ചൈന വിൽക്കാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അതൊക്കെ മാർക്കറ്റുകൾക്കൊന്നും താങ്ങാനാവുന്ന ഒരവസ്ഥയായിരിക്കില്ല, US പ്രത്യേകിച്ചും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കളികൾ ഇതിനും ഉള്ളിൽ നടക്കുന്നു. ഇതൊക്കെ ആരും അറിയുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ പുറമേക്ക് വരുന്നത് കുറഞ്ഞ ചലനങ്ങൾ മാത്രമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തുമാകട്ടെ, ഇതിങ്ങനെ തുടരും. ആ തുടരുന്നതിൽ നിന്ന് എന്താണ് നമ്മളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഗുണപരമായ രീതിയിൽ ഉണ്ടാവുക എന്ന് അറിയുകയാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ അതിനെ ഒന്ന് അല്പം ഈ രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. അമേരിക്കൻ മാർക്കറ്റുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇന്ത്യക്കാരനൊരു വിഷയമല്ല. പക്ഷേ ഇന്ത്യയിലെ മാർക്കറ്റുകൾ അവൻ്റെ പോർട്ട്ഫോളിയോയെ എങ്ങനെ ആക്കി തീർക്കുമെന്ന് അറിയേണ്ടത് അവന് ആവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടിയുള്ളത്. ഇന്നിപ്പോൾ റിപ്പോ നിരക്ക് കുറച്ചു, 0.25% കുറച്ചു. ഇത് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതായതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഉണ്ടായില്ല. പക്ഷേ റിസർവ് ബാങ്ക് ന്യൂട്രലായി നിന്നിരുന്ന അതിൻ്റെ സ്റ്റാൻഡ് ഓഫ്, അതായത് ഇതിൻ്റെ നിരീക്ഷണ സംവിധാനത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് ഓഫിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ന്യൂട്രലായി അങ്ങനെ നിരീക്ഷിച്ച് നിന്നിരുന്നത് ഏത് കുറയുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇനി തൽക്കാലം റേറ്റ് കൂട്ടൽ ഉണ്ടാകില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക്, അതും കുറയുന്ന സമയത്ത് കുറയ്ക്കാനും തയ്യാറാകുമെന്ന ഒരവസ്ഥയിലേക്ക് റിസർവ് ബാങ്ക് വന്നു എന്നുള്ളതാണ്. അത് ഈ ഫിനാൻസ് മേഖലയ്ക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ നൽകും. അങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ വാർ യുദ്ധത്തിലും ഈ താരിഫിൻ്റെ യുദ്ധത്തിലുമുണ്ട്.
ഇന്ത്യക്ക് ഇതിൽ മേൽക്കൈ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇന്ത്യക്കാരല്ല കേട്ടോ, അല്ലാത്ത ആളുകൾ ജെഫ്രീസും മോർഗൻ സ്റ്റാൻലി എല്ലാം പറയുന്നു ഇന്ത്യക്കൊരു മേൽക്കൈ വരുന്ന ഒരവസ്ഥ വരുമെന്ന്. നമുക്ക് പ്രവചിക്കാനുള്ള ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് നോക്കുന്ന ആർക്കും കാണാൻ കഴിയും ഇന്ത്യ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല, അവരുടെ ടാരിഫിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതിനു മുമ്പ് തന്നെ തുടങ്ങിയ ട്രേഡ് ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടാരിഫുകളാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ട് എന്തായാലും ഏത് വില്ലനും ആവശ്യമാണെന്നുള്ള രീതിയിലാണ് നമ്മളെ ട്രംപ് നോക്കി കാണുന്നത് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഈ യുദ്ധത്തിനിടയിൽ ഈ ടാരിഫ് ഇങ്ങനെ ഉയർത്തുകയും വെളുക്കുകയും ഒക്കെ ചെയ്തുള്ള കളികൾക്കിടയിൽ ഇന്ത്യക്ക് ഗുണകരമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഫാർമയുടെ കാര്യത്തിലാണേലും മറ്റ് FMCGയുടെ കാര്യത്തിലാണേലും ഒക്കെ സംഭവിക്കും എന്നാണ് മാർക്കറ്റ് പറയുന്നത്. മാർക്കറ്റിൻ്റെ ഗതികൾ നമ്മൾക്ക് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇന്ന് FMCG സെക്ടറിന് ഒരല്പം മെച്ചമുണ്ടായി. FMCG സെക്ടർ ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെടാതെ ഇന്ത്യയുടെ ഉള്ളിലെ കൺസംഷൻ കൊണ്ട് മെച്ചപ്പെടുമെന്ന് ഉറപ്പുള്ള ചില സംഗതികളിലാണ് മെച്ചമുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കി തന്നെ വേണം ഇതിനെ കാണാനും. മാർക്കറ്റിൻ്റെ ചലനങ്ങൾ ഏത് രീതിയിലേക്ക് മാറുമെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ടാരിഫിനെ ബാധിക്കാത്ത ഒരുപാട് പ്രൊഡക്റ്റുകളും നമ്മളുടെ ഇൻറ്റേർണൽ മാർക്കറ്റുമാണ് ഇന്ത്യയുടെ ശക്തി. അതാണ് ഇന്ത്യയുടെ വളർച്ച. ഇനിയും വലിയ ടാരിഫ് എത്ര യുദ്ധം വന്നാലും വലിയ ചാഞ്ചാട്ടങ്ങളൊന്നും കൂടാതെ 6.5%-ലേക്ക് GDP ഉണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് ഉറപ്പിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ സാമ്പത്തിക രംഗം നമ്മൾ തന്നെ താങ്ങി നിർത്തുന്നതാണ്. അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺസംഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഇതാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റ് വേറെ ആർക്കും കിട്ടാനില്ല. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിൻ്റെ ഗുണം കൊണ്ട് നമ്മൾക്ക് ഉണർന്നു വരാവുന്ന കമ്പനികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പലരും പല രീതിയിലുള്ള ഇതിനെയൊക്കെ എത്തുന്നുണ്ടാവും, അസംഷനുകളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും നല്ല കമ്പനികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ബഹളത്തിനിടയിൽ അല്ലെങ്കിൽ ഈ താഴ്ചകൾക്കും ഇടയിൽ നിങ്ങൾക്ക് ഒരല്പം ധൈര്യവും ഒരല്പം റിസ്ക് എടുക്കാനുള്ള താല്പര്യവും നീണ്ട കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളുടേതാണ്. അതിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടാൻ 1-2 ഷെയറുകളെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. വേദാന്ത ലിമിറ്റഡ് 371-ലൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ 370, 75 ലെവലിൽ കുറേ ദിവസങ്ങളായി അങ്ങനെ നീങ്ങുന്നു. അതിനെന്താണ് മെച്ചമെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയത്തിൻ്റെ കാര്യത്തിൽ, സിങ്കിൻ്റെ കാര്യത്തിൽ ഒക്കെ മേൽക്കൈയുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ 65% അലൂമിനിയം കൈകാര്യം ചെയ്യുന്നവരാണ്. അലൂമിനിയത്തിൻ്റെ സ്റ്റോക്ക് അവരിലാണ് ഉള്ളത്. അല്ലെങ്കിൽ ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ ഇതാക്കി മാറ്റുന്നവർ അവരാണ് 65% കൈകാര്യം ചെയ്യുന്നത്. വേദാന്ത ലിമിറ്റഡിൻ്റെ ഡീമർജർ നടക്കാൻ പോകുന്നു. അത് കുറേ നാളുകളായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ 2023 സെപ്റ്റംബറിൽ തുടങ്ങിയ അനൗൺസ്മെൻ്റാണ്. ഇതുവരെ ഇത് നടന്നിട്ടില്ല. ഈ സെപ്റ്റംബറോട് കൂടി അത് നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് വേദാന്ത ലിമിറ്റഡ് 5 കമ്പനികളായി മാറും. അലൂമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, അയൺ ആൻഡ് സ്റ്റീല്, പിന്നെ ബേസ് മെറ്റൽസ്, ഇങ്ങനെ 5 കമ്പനികളായി മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഷെയറുകൾ വേദാന്ത ലിമിറ്റഡിൻ്റെ ഷെയർ ഉള്ളവർക്കെല്ലാം ഓരോ ഷെയറുകൾ വീതം ഈ കമ്പനികളുടെ ലഭിക്കും. അപ്പോൾ 5 കമ്പനികളുടെ ഷെയറുകൾ കയ്യിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദാന്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ മേഖലകളിലെയും മുന്നണി പോരാളിയാണ്. ഏത് കമ്പനി, ഏത് രീതിയിൽ, അലൂമിനിയത്തിൻ്റെ ആണെങ്കിലും കോപ്പറിൻ്റെ ആണെങ്കിലും സിങ്കിൻ്റെ ആണെങ്കിലും ആ ലെവലിലൊക്കെ ഉള്ള കമ്പനികളുമായിട്ട് നോക്കുമ്പോൾ ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. 65% അലൂമിനിയത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. അതുപോലെ സിങ്ക്, കോപ്പർ, ഇതൊക്കെ അവരാണ് ലീഡേഴ്സ്. അങ്ങനെയുള്ള ഒരു മെച്ചം വേദാന്തയ്ക്കുണ്ട്.
വേദാന്ത ലിമിറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവർ ഏറ്റവും നല്ല രീതിയിൽ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ 1,46,268 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 527 അത് ലോ വന്നിരിക്കുന്നത് 321. ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 11.6% ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട് അതിൽ. അതാണ് വേദാന്തയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേദാന്ത ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർ എല്ലാം അവർ പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. അവർ പ്ലഡ്ജ് ചെയ്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തനത്തിനാവാം, വേറെ എന്തെങ്കിലും കാര്യത്തിനാവാം, ഇതൊക്കെ നടത്താൻ അവർക്ക് ചെയ്തിരിക്കുന്നു അവർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷവശം. ഇപ്പോൾ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 56.38% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. FIs 12.02. FIസിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2024 മാർച്ചിൽ 8.77% ആയിരുന്നതാണ് ഇപ്പോൾ 12.02 മാറിയിട്ടുണ്ട് അവർ ഹോൾഡിംഗ്. അതുപോലെ തന്നെ DISും 15.49% ഇപ്പോൾ. അത് 2024 മാർച്ചിൽ അതിൻ്റെ 13.15% ആയിരുന്നാണ് ഇപ്പോൾ 15.49% ആയിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കിടക്കുന്നത്. നിങ്ങൾക്ക് ഒരല്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം അതിൽ ശ്രദ്ധിക്കുക. കാരണം ഈ മാന്ദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും മെറ്റലുകൾക്കെല്ലാം അതിൻ്റെ ശക്തമായ രീതിയിൽ അവയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വേദാന്തയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ തരം ഇതിലും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇപ്പോൾ അലൂമിനിയത്തിന് എല്ലാ തവണയും കുറഞ്ഞു കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ അത് കുറയുന്ന സമയത്ത് തന്നെ കോപ്പറും കുറയുന്നു, അങ്ങനെയില്ല. ചിലപ്പോൾ കോപ്പറിന് മികച്ച മാർക്കറ്റുള്ള സമയമായിരിക്കും അലൂമിനിയത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിൽവറിന് നല്ല ഡിമാൻഡുള്ള സമയമായിരിക്കും. അതുമല്ലെങ്കിൽ മറ്റേ സിങ്കിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് അതൊരു ബാലൻസ്ഡ് ആയി പോകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരും ലോങ് റേഞ്ചിലേക്ക് നിക്ഷേപിക്കുന്നവരും മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നു. ഓക്കെ, മറ്റൊന്ന് പറയാനുള്ളത് ഇതിനകത്ത് പുതിയ കലങ്ങി മറിഞ്ഞ ഈ സാമ്പത്തിക രംഗം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരല്പം റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരും ലോങ്ങിലേക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരും നമ്മളുടെ ഇന്റേണൽ മാർക്കറ്റ് കൊണ്ട് വളരുന്ന കമ്പനികളുണ്ട്. അവയെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്ക് ഒരല്പം നിക്ഷേപമൊക്കെ നടത്താം. ഇന്റേണൽ മാർക്കറ്റിൽ കൊണ്ട് മാത്രം, അതിന്റെ വിൽപ്പന കൊണ്ട് മാത്രം വളരുന്ന കമ്പനികളാകുമ്പോൾ എന്താണ് വ്യത്യാസം? ഇതുപോലത്തെ ടാരിഫിന്റെ പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൺസ്യൂമറിന്റെ കയ്യിലേക്ക് കൂടുതൽ കാശ് വരത്തക്ക രീതിയിലുള്ള ടാക്സിന്റെ ഇളവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് FMCG സ്റ്റോക്കുകൾക്ക് ഇന്നൊരു അനക്കം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ മുതൽ ജനത്തിന്റെ കയ്യിൽ കൂടുതൽ കാശ് വരും, അവർ കൂടുതൽ പർച്ചേസ് ചെയ്യും എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ് FMCG അനങ്ങുന്നത്. അതുപോലെയാണ് ഇന്ത്യയിൽ മാത്രം വിൽപ്പന കൊണ്ട് വളരുന്ന കമ്പനികളുണ്ട്. അവയുടെ സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള സ്റ്റോക്കുകളെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും പലതും. അതായത് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ലാഭത്തിലേക്ക് ആയിട്ടൊന്നുമില്ല ആ കമ്പനി. അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ കിടക്കുന്ന കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ആവുക. ഇപ്പം നമ്മൾ 48 മുതൽ 76 വരെ രൂപയിൽ കിടന്ന സൊമാറ്റോയാണ് ഇപ്പോൾ 220 റേഞ്ചിലേക്ക് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. അത് കുറേ കാലം 76-48 ഇടയിൽ ഇങ്ങനെ കിടന്ന് കളിച്ച സ്റ്റോക്കാണ്. അന്ന് അതിൻ്റെ പ്രവർത്തനം മികച്ച രീതിയിലേക്ക്, അതായത് ലാഭത്തിലേക്ക് ആയിരുന്നു. അങ്ങനെയാണ് അതിപ്പോൾ 220 നിൽക്കുന്നത്. അതുപോലെ സ്വിഗ്ഗിയുടെയും ഒരു സമയം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർ മാർക്കറ്റിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം പ്രതീക്ഷയാണ് അതൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള കമ്പനികളെ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ മാത്രം ഉദ്ദേശിക്കുന്ന കമ്പനികളുണ്ടാവും. അവയുടെ പ്രോഫിറ്റുകൾക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ടാക്സ് ഇന്നത്തെ ഇത് കുറച്ച് കൊടുത്തിരിക്കുന്നു ഗവൺമെന്റ്, RBI, അങ്ങനെയൊക്കെയുള്ള വരുന്ന അവസ്ഥകളിൽ ഇത്തരം കമ്പനികൾക്ക് ഒരല്പം മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. ഇതുപോലെ നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വീണ്ടും കാണാം.